നിന്റെ നാവ് നന്നായാൽ പറയുക, നിന്റെ ജീവിതം നന്നായിരിക്കും. നാവ് ശരിയല്ലാത്തതുകൊണ്ട് എത്രയോ പേരുടെ ജോലി നഷ്ടമായിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിൽ പലരും ചിന്തിച്ചേക്കാം, അതുകൊണ്ടാണല്ലോ എൻ്റെ ജോലി നഷ്ടമായത് എന്ന്. നിന്റെ നാവ് ശരിയല്ലാത്തത് കൊണ്ടാണല്ലോ ഇന്ന് നീയും നിന്റെ ഭാര്യയുമായി വേർപിരിഞ്ഞ് കുടുംബജീവിതം ചിതറിപ്പോയതായ അനുഭവത്തിലായിരിക്കുന്നത്. നിന്റെ നാവ് ശരിയല്ലാത്തത് കൊണ്ടാണല്ലോ നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചത്. നിന്റെ നാവ് ശരിയല്ലാത്തത് കൊണ്ടാണല്ലോ നിന്റെ ഭാര്യ നിന്നെ വിട്ടിട്ട് കടന്നുപോയത്. നിന്റെ നാവ് ശരിയല്ലാത്തത് കൊണ്ടാണല്ലോ ബന്ധുക്കളെല്ലാം നിന്നെ അകറ്റി നിർത്തിയിരിക്കുന്നത്. നിന്റെ നാവ് ശരിയല്ലാത്തത് കൊണ്ടാണല്ലോ നിന്റെ സ്നേഹിതന്മാർ എല്ലാവരും നിന്നെ അകറ്റി നിർത്തിയിരിക്കുന്നത്. നമ്മുടെ മധ്യയിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ടോ? നാവ് ശരിയല്ലാത്തതായ ആളുകൾ. വേദപുസ്തകത്തിൽ പറയുന്നു, യാക്കോബിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. എന്താണ്? തൻ്റെ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തിയുള്ള വ്യക്തിയാകുന്നു. നിന്റെ ശരീരത്തെ നിന്റെ സ്വാധീനത്തിൽ നിനക്കാക്കി വെക്കണമെങ്കിൽ ഒന്നാമതായ നിന്റെ നാവിനെ നിനക്ക് നിയന്ത്രിക്കുവാൻ കഴിയണം. യാക്കോബിന്റെ ലേഖനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. പുതിയ നിയമത്തിലെ സദൃശവാക്യങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവ സദൃശവാക്യങ്ങൾ പോലെയാണ്. നമുക്കത് വായിച്ചു നോക്കാം. അടുത്ത വചനം, കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കുതിരയെ നിയന്ത്രിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് പറയൂ? അതിൻ്റെ വായ്ക്ക് കടിഞ്ഞാണിടും. അതിനുശേഷമാണ് അതിനെ നിയന്ത്രിക്കുന്നത്. ശരി, അതിനുശേഷമുള്ള വചനം എന്താണ് പറയുന്നത് നോക്കാം. നോക്കുക, 4-ാമത്തെ വാക്യം, കപ്പലും എത്ര വലിയത് ആയാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. എത്ര വലിയ കപ്പലാണെങ്കിലും ശരി, അതിൻ്റെ മുൻപിൽ തിരിയുന്നതായ ഒരു ചെറിയ ചുക്കാനുണ്ട്. അതാണ് അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എത്ര വലിയ മനുഷ്യനാണെങ്കിലും അവനെ നിയന്ത്രിക്കുന്നത് അവൻ്റെ വായിൽ കിടക്കുന്നതായ അവൻ്റെ നാവാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷമുള്ള വചനം ഏതാണ്? അങ്ങനെ തന്നെ നാവും ഒരു ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു എന്നാണ്. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിപ്പിക്കുകയും ചെയ്യുന്നു. നാവ് ചെറിയ അവയവമാണെങ്കിലും എത്ര വലിയ ആപത്താണ്, എത്ര വലിയ അപകടമാണ് വരുത്തിവെക്കുന്നത്. കേൾക്കുക, നിന്റെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കണമെങ്കിൽ അതിന് നിന്റെ നാവിനെ നിയന്ത്രിച്ചാൽ മതി. അതുപോലെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ആപത്തിൻ്റെയും കാരണം നിന്റെ നാവിൽ തന്നെയാണായിരിക്കുന്നത്. ഏത് ഭർത്താവാണോ അല്ലെങ്കിൽ ഏത് ഭാര്യയാണോ തങ്ങളുടെ നാവിനെ നിയന്ത്രിച്ച് നിർത്തുന്നത്, അങ്ങനെയുള്ളവരുടെ കുടുംബത്തിൽ സമാധാനമുണ്ടായിരിക്കും. ചില ഭർത്താക്കന്മാരുടെ നാവ് അടങ്ങിയിരിക്കില്ല. ചില ഭാര്യമാരുടെ നാവ് അടങ്ങിയിരിക്കുകയില്ല. നാവിനെ നിയന്ത്രിക്കുവാൻ കഴിയാത്തതായ ഭർത്താവ്, നാവിനെ നിയന്ത്രിക്കുവാൻ കഴിയാത്തതായ ഒരു ഭാര്യ, അങ്ങനെയുള്ളവരുടെ കുടുംബത്തിൽ നാശമുണ്ടാകുവാനിടയാകും. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, ദിവ്യമായ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ശ്രേഷ്ഠമായ സന്ദേശത്തെ നീ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. നാവ് സൂക്ഷിക്കുക, നാവിനെ നിയന്ത്രിക്കുക എന്ന് നീ പറഞ്ഞുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയാതിരുന്നാൽ അതെങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നാശമായി തീരുന്നത്? ഞങ്ങളുടെ വാക്കിനെ നിയന്ത്രിക്കാൻ കഴിയാതിരുന്നാൽ അതെത്രത്തോളം നാശമായി തീരും? അതുപോലെ തന്നെ ഞങ്ങളുടെ ചീത്ത കൂട്ടുകെട്ടുകൾ, ചീത്തയായ ബന്ധങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാറുണ്ട്. കേട്ടതായി സന്ദേശത്തെ ഓർത്ത് കർത്താവ് ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. കേൾക്കപ്പെട്ട ഈ വചനം എല്ലാ ഹൃദയങ്ങളിലും ഫലം കായ്ക്കാനിടയാക്കണമേ. ഞങ്ങളുടെ ജീവിതം അനുഗ്രഹമായിട്ട് തീരണം. കുടുംബങ്ങൾ പണിയപ്പെടണം. യൗവനക്കാർ അനുഗ്രഹിക്കപ്പെടണം. ശാന്തിയും സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. അതിനുള്ള കൃപ തരണമേ കർത്താവേ. എല്ലായ്പ്പോഴും നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയിരിക്കണമേ.
ഞങ്ങൾ ചെയ്യുന്നതായ ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ പരിശ്രമത്തിൽ, ഞങ്ങളുടെ യാത്രയിലെല്ലാം നിന്റെ കരം ഞങ്ങളോട് കൂടിയിരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.